നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൈം അവതരിപ്പിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. പുതിയ സമര പരിപാടികൾക്ക് രൂപം നൽകാൻ ആശാ വർക്കേഴ്സും യോഗം ചേർന്നു. അടുത്ത ഘട്ട പ്രതിഷേധം വൈകിട്ട് പ്രഖ്യാപിക്കും. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും നിയമനം ലഭിക്കാത്ത വനിതാ CPO ഉദ്യോഗാർത്ഥികളാണ് 12 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിയുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനെടുത്ത കഷ്ടതകൾ വിവരിച്ചുകൊണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധമായി. കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച ശേഷിക്കെ സർക്കാരിൽ പ്രതീക്ഷയെന്ന ഉദ്യോഗാർത്ഥികൾ. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ഗവൺമെൻറ് ഒന്ന് മനസ്സ് വെച്ചാൽ 1 മണിക്കൂർ പോലും വേണ്ട. അവർ ഒന്ന് മനസ്സ് വെച്ച് PHQവിൽ അറിയിച്ചാൽ ഞങ്ങൾക്ക് വേക്കൻസി വരാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ലിസ്റ്റിംഗ് ക്യാൻസൽ ആവുന്നതിന് ഒരു 2 ദിവസം മുന്നെയാണ് അവർക്ക് വലിയ ബൾക്ക് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും തരാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. കാരണം കുട്ടികളെ ഒരു വയസ്സായതും 3 വയസ്സായ കുട്ടികളെ ഇട്ടിട്ട് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവരുണ്ട്. അതുപോലെ പല പല ജില്ലകൾ, കാസർഗോഡ്, അവിടെ നിന്നൊക്കെ ഇങ്ങി വന്ന് അത്രയും നാൾ നിൽക്കുക എന്ന് വെച്ചാൽ അത് വലിയ പാടാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ളവർ അതൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ. അതിനിടെ അടുത്ത ഘട്ട സമര പരിപാടികൾക്ക് രൂപം നൽകാൻ ആശാ വർക്കർമാർ യോഗം ചേർന്നു. പുതിയ പ്രതിഷേധ പരിപാടികൾ വൈകിട്ട് പ്രഖ്യാപിക്കും. ഓണറേറിയം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം ഇന്ന് 63ാം ദിവസത്തിലേക്ക് കടന്നു. 24 തിരുവനന്തപുരം.